ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, കേരള സംസ്ഥാനത്തിൽ ശബരിമല വിഷയത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം കളവ് പോയി. ഉണ്ണികൃഷ്ണൻ നമ്പൂരി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് അധികാരികളെല്ലാവരും കൂടിയിട്ട് എടുത്ത് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. 1998 വിജയ് മല്യ എന്ന ആൾ 30 കിലോനും 3.5 കിലോ സ്വർണം ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിനും കട്ടലിനും വാതിലിനും കൂടിയിട്ട് കൊടുക്കുകയുണ്ടായി. അത് കൊടുത്തത് ഈ CPM-ൻ്റെയും BJP-ൻ്റെയും ആളുകൾ എടുത്ത് കച്ചവടം നടത്തുകയാണ്. CPM-ഉം BJP-യും മത്സരിച്ചിട്ടാണ് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ഒന്ന് നടത്തിയാൽ BJP ഒന്ന് നടത്തും. ഇവർ സ്ത്രീ പ്രവേശനത്തിനെതിരാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി മെനക്കെട്ട അന്നു മുതൽ ഇവരുടെ കഷ്ടകാലം തുടങ്ങിയാണ്. അയ്യപ്പൻ്റെ സ്ഥലത്ത് സ്ത്രീ പ്രവേശനം നടത്തിയതിൻ്റെ പേരിൽ ഭഗവാന്റെ കാര്യങ്ങൾ അശുദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്. അന്ന് ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ 2025 അയ്യപ്പ സംഗമം നടത്തി NSS-നെയും SNDP-യും കൂട്ടുപിടിച്ച് സുകുമാരൻ നായർ പറഞ്ഞാലൊന്നും NSS-ൻ്റെ ആളുകൾ കേൾക്കില്ല. കാരണം അഴിമതിയുടെ ചളിക്കുണ്ടിൽപ്പെട്ടിരിക്കുകയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മകനെ BJP-യിൽ പറഞ്ഞുവിട്ട് ഇവിടെ അച്ഛൻ CPM-ൻ്റെ അനുകൂലമായി നിൽക്കുകയാണ്. ഇപ്പോൾ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കാലം ഇങ്ങനെ കറക്റ്റായി പോകുന്നുള്ളത് അറിയില്ല. അപ്പോൾ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടാൽ അഴിമതി അല്ലാതെ വേറൊരു ഇതില്ല CPM-നും BJP-ക്കും. ഇപ്പോൾ നരേന്ദ്രമോദിയും മറ്റേ അമിത്ഷായും കാണാൻ മുഖ്യമന്ത്രിയും മരുമകൻ മുഹമ്മദ് റിയാസും പോയിരിക്കുന്നത് ഇതിൽ പിടിവീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ തമ്മിൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ഭഗവാൻ പോലും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ CPM-ഉം BJP-യും കൂടെ ചേർന്നിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ ഉടലെടുത്തത്. അത് വീണ്ടും ഒന്ന് പൊടി തട്ടിക്കൊണ്ടുവരാനുള്ള പരിപാടിക്കാണ് ഇവിടെ. UDF-ന് ഒറ്റക്കെട്ടായി നിന്നാൽ 100 സീറ്റിലധികം സീറ്റ് UDF നേടുകയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പാർട്ടിയെ വിജയിപ്പിക്കാമെന്നാണ് ഇവർ കരുതുന്നത്. അത് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം പോലെയാണ് ഇത്. അത് ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഈ CPM-ൻ്റെയും BJP-യും ഇരട്ടത്താപ്പ് നയം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. കാരണം ഒരു അഴിമതിയിലും ഇവർ പിടിക്കപ്പെട്ടിട്ടില്ല. കാരണം അവിടെ നരേന്ദ്രമോദിയും ഇവിടെ പിണറായി വിജയനുമാണ്. രണ്ടാം പിണറായി സർക്കാർ വന്നത് BJP-യുടെ വോട്ട് വാങ്ങിയിട്ടാണ്. BJP-ക്കാർക്ക് വോട്ട് കച്ചവടം മാത്രമേ അറിയുള്ളൂ. കറക്റ്റായിട്ട് അവർക്ക് ജയിക്കാനുള്ള പണിയൊന്നും അവർക്കറിയില്ല കേരളത്തിൽ. അതുകൊണ്ട് വോട്ട് കച്ചവടം അവർ നിർത്തിയില്ലെങ്കിൽ അവർ ഇനിയും താഴെ തൊട്ടിൽ പണിയെടുത്ത് ചീരഴിഞ്ഞ് മരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിൽക്കണം. അല്ലാതെ വോട്ട് കച്ചവടം നടത്തി അഴിമതിക്ക് വേണ്ടി കൂട്ടു നിൽക്കുമ്പോൾ ഇത് കുറേ കാലം ഇവർക്ക് ഇപ്പോൾ സുഖമൊക്കെ ഉണ്ടാകും. പിന്നീട് അത് ദുഃഖത്തിലേക്കുള്ള വഴിയാണ്. ഇവിടെ പാവപ്പെട്ടവൻ്റെ കാര്യം നോക്കാനൊന്നും ഈ സർക്കാരില്ല. കാരണം കൃഷിക്കാർ പാലക്കാട് ജില്ലയും ആലപ്പുഴ ജില്ലയാണ് കൃഷിക്കാർ ഏറ്റവും കൂടിയുള്ളത്. ഇവിടെ നെല്ലളന്നവന് കൂലി കിട്ടിയിട്ടില്ല. ഇപ്പോൾ പുതിയതായിട്ട് 1-ാം പഞ്ച കൊയ്തിട്ട് നെല്ലളക്കാൻ പരസ്പരം മന്ത്രിമാർ തമ്മിൽ തർക്കമാണ്. ഇത് പാവപ്പെട്ട കൃഷിക്കാരെ കിട്ടിയ വിലയ്ക്ക് കൊടുക്കേണ്ട കണ്ടീഷനാണ് നെല്ല് കാണുന്നത്. ആലപ്പുഴയിലും കുട്ടനാട്ടിലും പാലക്കാടും പിന്നെ കേരള സംസ്ഥാനത്തും ഒട്ടുക്കെ. പിന്നെ നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമതിയിൽ 11 മാസത്തോളം കുടിശ്ശിക വരുത്തിയാണ് സർക്കാരാണ്. കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിർമ്മാണ തൊഴിലാളി പൈസ അടച്ചവന് പൈസ കിട്ടിയിട്ടില്ല. പൈസ മാസങ്ങളോളം വർഷങ്ങളോളം അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ കുടിശ്ശിക കിട്ടിയിട്ടില്ല. അവരുടെ ക്ഷേമതി അംഗത്വത്തിൻ്റെ ബോണസോ മറ്റുള്ളതൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ കൊടുക്കാതെ പിന്നെ ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടി കൊടുത്തിട്ടില്ല. അവരാണ് പാവപ്പെട്ടവർ. പിന്നെ അങ്കണവാടി ടീച്ചർമാർ,
ഹെൽപ്പർമാർ, കഞ്ഞി വയ്ക്കുന്നവർ, സ്കൂളിൽ ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവർക്ക്, ഇവർക്കൊക്കെയാണ് ശമ്പളം വേണ്ടത്. അവരൊന്നും കൊടുക്കാതെ, അപ്പോൾ നിലമ്പൂരിൽ അവരെല്ലാം പണിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് CPM തോറ്റുപോയത്. ഇനിയും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. UDF അധികാരത്തിൽ വരുമ്പോൾ ഉടനെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, അങ്കണവാടി ടീച്ചർമാർക്കും ആയമാർക്കും പിന്നെ ആശാ വർക്കർമാർക്കും അധികാരത്തിൽ വന്നാൽ ഉടനെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് CPM കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം, ആ പാവപ്പെട്ടവർ സമരം ചെയ്തതിൻ്റെ പേരിൽ 150ഓളം ദിവസം സമരം ചെയ്തിട്ടും 5 മാസം സമരം ചെയ്തിട്ട് അവർക്ക് 1 രൂപ പോലും കൊടുക്കാത്ത സർക്കാരാണ് ഇവരെ. അതുകൊണ്ട് ഇവർക്കിനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ വരാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ പാവപ്പെട്ട ജനങ്ങളും ഇത് മനസ്സിലാക്കി ഇവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ട CPMനും BJPയും ഈ നാടിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് കൈച്ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ നാടിൻ്റെ വികസനം നടക്കുകയുള്ളൂ. ഇവിടെ വരുമാനം ഇല്ലാതെ ചെലവുകയാണ്. 1.5 ലക്ഷം കോടിയാണ് കടം. നേരത്തെ 2016 വരെ ഉമ്മൻചാണ്ടി ഭരിച്ച 10 മുഖ്യമന്ത്രിമാർ. ഇപ്പോൾ എന്താ പറഞ്ഞാൽ കടം 5,40,000 കോടിയാണ്. കടമെടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. സുപ്രീം കോടതി പോയിട്ട് കേസ് വാദിച്ച് എടുക്കുന്ന മത്സരിച്ച് കടമെടുക്കുകയാണ്. അപ്പോൾ അത് എന്ത് അഴിമതി ചെയ്താലും ഇവർ അതെല്ലാം വെള്ളപൂശി അരിയത്ര ചോദിച്ചാൽ നിയമസഭയിൽ പയറഞ്ഞാഴി പറയുന്ന സർക്കാരാണ് ഇവർ. അതിന് ചോദിച്ചതിനുള്ള മറുപടിയല്ല പറയണം, അനാവശ്യമായ കാര്യങ്ങൾ പറയും. 98-ൽ അയാൾ വിജയ് മല്യ കൊടുത്ത സ്വർണം എവിടെ പോയി? 30.5 കിലോ സ്വർണ്ണമല്ലേ. അത് പാവപ്പെട്ടവരെ ഒക്കെ വിഡ്ഢികളാക്കുന്ന ഈ സർക്കാർ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.